ഇന്നലെ സ്കൂൾ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നതാണ്. എന്തിനാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോയി നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാണോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിട്ട് എന്തോ ഇടപാടാണ് കേട്ടോ. മാർക്ക് നിന്റെ പേപ്പറിന് കാണിച്ചു. മാർക്കാണോ? അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചോ? എടാ ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അത് കാണട്ടെ. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതോ ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ട് ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് പോയിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈനാണോ? പക്ഷെ മാർക്ക് കുറവായത് കൊണ്ടാണ് ഈ സ്പൂ നെല്ലി വെച്ചേക്കല്ലേ. അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാടാ. നിന്റെ അച്ഛൻ്റെ ഒപ്പം ഉണ്ടോ? അവിടെ ഒപ്പോട്ടെ. ഇത് നല്ല പഴുതാരം പോകുന്ന പോലെ ഞങ്ങൾ അച്ഛനിട്ടേ സൂപ്പർ ഒപ്പടാ. അവിടെ ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് വരാം. അവിടെ ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ ഒന്ന് പറയടാ. ഞങ്ങൾ അച്ഛൻ നിനക്ക് അറിയാൻ പറ്റുള്ളൂ പന്നന. നിങ്ങളുടെ അച്ഛൻ സൂപ്പറാണ്. അല്ലെന്ന് പറഞ്ഞില്ല. ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാം ഇത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? ഉണ്ട്. അല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുവോ? ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ? ഇല്ല അവൻ ടൂറിന് പോയി. ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല. ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. അനന്തുകൊണ്ടോ? പ്രസന്ന സാർ എന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ചിത എന്തേലും ഇട്ടോണ്ട് പോകാനാണോ? ഇവിടെ ഈ ക്ലാസ്സിലെ സഞ്ചിതയുണ്ടോ? സഞ്ചിത? സഞ്ചിത അത് ടൂറ് പോയാൽ കൊടുക്കില്ല. വരുന്നുണ്ടോ? വരുന്നില്ല. സാറ് വയ്ക്കോ? ഞാനും ഒരു 4-4.5 ആയിട്ടേ ഉള്ളൂ. വരുന്നുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. അത് പറയണം. എന്തായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ. അഖിലിന്റെ അച്ഛൻ വന്നു. പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരത്തില്ലേ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലേ? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫില്. നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി. തറ വാർപ്പ് കഴിഞ്ഞു. നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടിന് മേശിരിയെ വിളിക്കുന്ന പേരാ തറ. ശരി അവിടെ ഉണ്ടായി. അപ്പം ഇന്നത്തെ വിഷയം ഞാനത് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുമായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടോന്നറിയാമോ? അങ്ങനെ വന്നോടാ മോനെ. പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണ്. അതിന് മണ്ടത്തിൽ ചൂട് നിൽപ്പുണ്ട്. പോയിട്ടുണ്ട്. നിനക്ക് വിഷയം അറിയണോ? എനിക്ക് വന്നില്ലേ? എടാ വിഷയം പറഞ്ഞോ സാറ്? ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണം. നിനക്കറിയണോ വിഷയം? കേട്ടോ പോയി. ഇത് വല്ലാത്ത വിഷയം. ഞാൻ മറന്നിട്ടില്ല. നിനക്ക് അരി അടുത്തോണ്ടേ. ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങൾ കണ്ടില്ല. എവിടെ എടുത്തിരുന്നു? ഗ്രാമർ മലയാളത്തിലെ ഗ്രാമർ എടുത്തോ? ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്നതായിട്ട് രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട് വളപ്പിൽ തന്നെ നടക്കും. കേകയുടെ ലക്ഷണം പറയണം. അഖില് പറ. 4 കാലുണ്ട്. മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. പിന്നെ ആനെ പോലെ കൊമ്പുണ്ട്. കേകയല്ല കേക. നീ എഴുന്നേറ്റ് പറ. നീ പാസ് വിട്ടോടാ. ഇല്ല. കേകയുടെ ലക്ഷണം പറ. 1 2 2 2. എന്നെ കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ
മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും എഴുത്തുകൾ. 14 6 ഗണം. വേണം ഒരുത്തവിന്റെ കേകയാ. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കവും കറക്റ്റാ, ഒടുക്കവും കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്താൽ മതി. അതെന്താ അവിടെ ചെയ്യാത്തത്? എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്തേക്കോട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്തോരോ ഓളം. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിഹ്നം തുങ്കമ്മ വാണിജ്യവട്ടിൽ ലാണന്റെ വിദ്യാലയം. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മണ്ഡല കൂടിയില്ലേ, മണ്ഡല കൂടിയില്ലേ. വിളിച്ചല്ലേ ആ മണ്ഡലം ഇങ്ങോട്ട് വേടാ. ആ മണ്ഡലം എവിടോട്ട് വെക്കാൻ. ഇന്നലെ എന്റെ നെഞ്ചിലെ മണ്ഡലം കണ്ടോ? ഇല്ല, കണ്ടോ? സത്യം പാടി കനകച്ചിലങ്കല്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടവിഴിയിൽ കമലകള കവിളിനയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പുന്നാരമേ, ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ട്. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അത്? കടമിഴിയിൽ കമലതളം. കടമിഴിയിൽ കമലതളമെന്നാണോ? ആ പുസ്തകം കൊണ്ട് വളയ്ക്കരുത്. മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, ആയില്യം. ആയില്യം എന്ന് വെച്ചാ സാറേ. ഇവിടെ 12 മാസങ്ങൾ വേണ്ടേ? ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. എല്ലാം കൂടെ 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ കിട്ടും കേട്ടോ. ഞങ്ങൾ 12 കിട്ടിയാൽ മതിയാണ്. നീ പറയാ മലയാളം നാളുകൾ എഴുന്നേറ്റ് പറയുന്നുണ്ട്. മലയാളം നാളെ കേട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, തോന്നി. അതെനിക്ക് തോന്നി. കേട്ടോ റാണി തോന്നി. മലയാള നാളുകൾക്ക് സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന. എനിക്ക് സഹിക്കാൻ പറ്റും. സാർ ഒന്ന് റെസ്റ്റ് എടുത്തു 2 മിനിറ്റ്. ബുക്ക് തരാനോ? നോക്കി തരാം. തുറക്കല്ലേ? എന്തോ അത് മൈൽപ്പീലി ഇരിക്കുവാ. ഇത് മൈപ്പിൽ വെച്ചേക്കുന്നേ. എടാ മൈൽപ്പീലി ഇതിനകത്ത് പ്രസവിക്കുമ്പോഴേ ഞാൻ ക്ലാസ്സിൽ മഞ്ജു ഇല്ലോ, എനിക്ക് അതിന്റെ കല്യാണം കഴിക്കാൻ പറ്റും. ഇതോടെ കടന്നു പോകും. അപ്പൊ ബുക്കിനകത്തെ മൈപ്പിൽ കൊണ്ടുവന്ന മഞ്ജുവിനെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതേ നോക്കട്ടെ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്നേക്കുവോ? എന്തിനോട് ഇത് ബുക്കിനകത്ത് വെച്ചാലേ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹം സാധിക്കും പറയുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഈ ഞാൻ ബില്ല് കൊണ്ടുവരത്തില്ല. വളരെ ടീച്ചറെ, കുട്ടികളെ കഴിയുന്നേ ഞാനൊരു മൈൽപ്പീലി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇത് ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? അതറിയില്ല ടീച്ചറെ, വെച്ചിട്ട് പോകാനും. വൈകിട്ട് വിളിക്കാമേ. മേടിച്ചോണ്ട് വരുന്നുണ്ടോ? സംസാരിക്കരുത് വിടുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നത് കേട്ടോ. ഇത് വിളിക്കട്ടെ, സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കാം. അവിടെ എന്തെങ്കിലും കൊണ്ടുപോകുമോ? സൗകര്യമാവുമല്ലോ. ഇനി അടിയാ ഞാൻ തരുന്നത്. ആ മലയാളത്തിലെ പുസ്തകം മടക്കി ഹിന്ദി എടുക്കാം. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പാവയ്ക്ക. എടാ ഞാൻ ക്യാ ഹേ അങ്ങനെ ചോദിക്കണം. ഞാൻ ക്യാ ഹേ. ഇരിക്കവിടെ. നീ ക്യാ ഹേ. ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. അങ്ങനെ ഹിന്ദി പോയം ഹിന്ദി പോയം എഴുന്നേറ്റിട്ടുണ്ട്. അതിന്റെ ആദ്യം ഒന്ന് പറ സാറേ. അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാം.
ആവോ മിൽക്കർ ഗായകം ഗീതെന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടുണ്ട്. ആ എന്നാ അതോടെ आवो मिलकर गाए गीत बैठाए गीत गाए गीत बैठाए गीत आवो मिलकर गाए गीत. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. എന്തിനാണെന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയം കൊണ്ടുവന്ന് ഓട്ടം തുള്ളലാക്കിയത് പോയി. ഒരു ഓട്ടം തുള്ളൽ രീതിയിലുള്ള ഒരു പാട്ട്. അത് മിണ്ടരുത് ഇവിടെ കണ്ടോ? ആ ഹിന്ദി പുസ്തകം എടുത്ത് വെച്ചേ, കണക്കെടുക്കാം. അഖിലേ എന്നോടോ എഴുന്നേറ്റെ. ആ 4 പട്ടിയാണ് ഹിന്ദി. 4 ആ ഒരു 4 4 ഒരു 4 4 ആ 24 24 4 കിടന്നാലും 4 4 4 24 8 4 8 ആ അതെ അത് എഴുന്നേറ്റെ. 8ന്റെ പട്ടികയില്ല. 8ന്റെ 2 8ന്റെ പണിയായത്. 8ന്റെ പട്ടിക 8ന്റെ 8 ആ 16. അതെ എന്റെ ഈരട്ട് 16 ഈരട്ട് 16 മൂക്കെട്ട് മൂക്കെട്ട് ആ നോക്കട്ടെ. മര്യാദക്ക് 2 പയരും നാളെ പട്ടിയെ പിടിച്ചോണ്ട് വന്നേ കേട്ടോ. ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? അതിനെ കണ്ടു. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സാറൊക്കെ പറ. ഹലോ ആ വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ് വനജ ടീച്ചറിന്റെ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവ് ആരാ ടീച്ചറെ? മാറിയോ? അപ്പൊ പുതിയത് മതി. ആരാ സാറേ? ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പം പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. അങ്ങനെ പറഞ്ഞാൽ മതി. സിലബസ് മാറിയില്ലടാ. ഉടനെ പിതാവും മാറും. പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിനു പഠിക്കാൻ വരുവാടാ നേരത്തെ? വെടിക്കെട്ട് 2 കണക്കിന്റെ ബുക്ക് എടുത്തു ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ടെടുത്തേ. സാറേ ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ടെടുക്കാൻ പറ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. ഇവിടെ മൈസൂർ. അത് പറഞ്ഞു പറഞ്ഞ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുര ഞാൻ കയറി വരണ്ടേ? അതൊന്നും സാറിങ്ങനെ പറയാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പിലോ? പോലീസുകാരല്ലേ? പോലീസുകാരാണ് പോർച്ചുഗീസുകാർ. അതെനിക്കറിയത്തില്ല. അത് എഴുതിട്ട് പറ. കപ്പൻപായിട്ട് കപ്പയെ കൊണ്ട് പൊടിയിട്ട് പായി കയറി കിടക്കാനാണോ അവര് വന്നത്? അതോടാ അല്ല അങ്ങനെ പായ് കപ്പലിൽ. അതാ ഞാൻ ഉദ്ദേശിച്ചല്ല. ISROയുടെ പിതാവ് ആര് പറ? അനന്ത് പറ. ഇവനാ? ഞാനോ? ISROയുടെ പിതാവ്. എപ്പോ സാർ അതിലെ വരുന്ന അന്നേരം അയ്യോ സാറോ എടാ അതല്ല, വിക്രം സാരാഭായ്. അയ്യോ ഇപ്പൊ മനസ്സിലായില്ലയോ? ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. ആ അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസോ? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഒരു ഉത്തരം ഇതെന്നെ ശരിയായിട്ടില്ല. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്ത്. അവിടെ ചീറ്റിട്ടില്ല സാറേ. കൂടുതൽ അവിടെ കിട്ടുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം. അമ്മ മഴയെ തറക്കുവോ? ഇറക്കി വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമല്ലേ? ഇറങ്ങി വേടാ. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ടോ എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോലെ ഞാൻ അങ്ങോട്ട് വരാം. പുസ്തകം മടക്കി വെക്കും. ആ ബയോളജിയുടെ പുസ്തകം. അടുത്ത കോള്. ബയോളജി എന്നാൽ ജീവശാസ്ത്രം അറിയാം. ആ അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. വരച്ചോണ്ട് വന്നോ? ആനന്ദ വരച്ചോണ്ട് വന്നു കാണിച്ചു. ഞാൻ വരച്ചത് സാർ കൊടുത്തേ. ഇതെല്ലാം ശരിയാണ്. ആ കൈ കൊണ്ട് നീട്ടി. കൈ നീട്ടാ. കൈ നീട്ടാ. എന്തിനാന്നറിയാമോ? ഇല്ല.
കൊച്ചമീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ കൊച്ചിൻ കനീബയുടെ പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ഓർത്ത് കൊച്ചിൻ കനീബയുടെ പടം വരച്ചു. സംസാരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം വിടുന്നുണ്ട് കേട്ടോ. ഗ്രാവിറ്റി എന്നാൽ എന്ത്? അങ്ങനെ എഴുന്നേറ്റ് പറ. മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി അതിന് ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഏവിറ്റി. എടാ, അത് AVT കഴിയില്ല. പിന്നെന്ത് ചോദിച്ചേ? ഗ്രാവിറ്റി എന്നിട്ട് പറ. Gravity. പറ. ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു. ഡൽഹിയിലേക്കോ? കേന്ദ്രത്തിലേക്ക്. ഇനി എഴുന്നേറ്റ് വന്നേ. അടിക്കാനല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാൻ. അനന്ത് ഇപ്പുറത്ത് വാടാ. അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ, നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ട് സാർ ഇവിടെ തന്നെ കിടക്കും. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ? ഐസക് ന്യൂട്ടന്റെ തല ഇവിടെ ആപ്പിള കൂടാ തെറിച്ചു പോയെ. ഫോണിൽ വിളിക്കാൻ പോകുന്നത് വിളിക്കാൻ പോകുന്നു. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ എന്നാ മതി? എടാ,